കൊച്ചി രാജ്യത്ത് നിന്ന് മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് സാമൂതിരി കൊച്ചിയിലേക്ക് പടയൊരുക്കി. യുദ്ധമെങ്കിൽ യുദ്ധം. കൊച്ചി ആക്രമണം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ നിന്നും തിരിച്ചുപോയി. കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് 1503 മാർച്ച് 1 ലോറൻസോ മൗറീനിയോയുടെ നേതൃത്വത്തിലുള്ള സൈന്യം കൊച്ചിയിലെത്തി. കൊച്ചി ആക്രമിക്കണമെന്ന സാമൂതിരിയുടെ സൈന്യത്തെ ലോറൻസോ മൗറീനിയോയുടെ സൈന്യം പ്രതിരോധിച്ചു. ഇടപ്പള്ളിക്കോട്ട സംരക്ഷിച്ചു നിർത്തി. പക്ഷേ കടൽ വഴിയും കരവഴിയുമുള്ള സാമൂതിരിയുടെ ആക്രമണത്തിൽ പോർച്ചുഗീസുകാർ വീണു. കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരിച്ചു. കൊച്ചിയുടെ പരാജയത്തെ തുടർന്ന് കൊച്ചി രാജാവ് ഇളങ്കുന്നപ്പുഴയുള്ള സങ്കേതത്തിൽ അഭയം പ്രാപിച്ചു. പോർച്ചുഗീസ് കൊച്ചി സഖ്യം പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഫ്രാൻസിസ് അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സൈന്യം കൊച്ചിയിലെത്തി സാമൂതിരിയുടെ സേനയെ തുരത്തി. പ്രത്യുപകാരമായി കൊച്ചിയിലൊരു കോട്ട പണിയാൻ കൊച്ചി രാജാവ് അനുമതി കൊടുത്തു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ടയാണ് ഫോർട്ട് മാനുവൽ. 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്തു. മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥനയിൽ ഈജിപ്തിൽ നിന്നും വന്ന മിർസൽ ചൗൾ എന്ന സ്ഥലത്ത് പോർച്ചുഗീസ് കപ്പൽ ആക്രമിച്ചു. താൽക്കാലിക വിജയം ലഭിച്ചുവെങ്കിലും പിന്നീട് പോർച്ചുഗീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. പതുക്കെ വലിയൊരു ശക്തിയെ പോർച്ചുഗീസ് വളർന്നു. കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പദവികളുള്ള ഒരാളെ നിയമിക്കാൻ മാനുവൽ രാജാവ് തീരുമാനിച്ചു. മുമ്പുള്ളവരെ പോലെ വാണിജ്യം മാത്രം നോക്കാൻ വേണ്ടിയല്ല, പൂർണ്ണാധികാരം പിടിച്ചെടുക്കാൻ തന്നെ കഴിവുള്ള ഒരാളെ നിയമിച്ചു. ഫ്രാൻസിസ് അൽമേഡ. 1505 ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയായി അൽമേഡ അധികാരമെടുത്തു. മലാക്ക, ആഞ്ചദ്വീപ്, കൊച്ചി, കണ്ണൂർ എന്നിവിടങ്ങളിൽ കോട്ടകൾ ശക്തമാക്കുകയും വാണിജ്യം ശക്തമാക്കുകയും എന്നതായിരുന്നു അൽമേഡയുടെ ദൗത്യം. ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം എന്ന നിയമം അദ്ദേഹം ആവിഷ്കരിച്ചു. സമുദ്രാധിപത്യം കൂടുതൽ നേടിയെടുക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. 1505 കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയുടെ കാലത്തായിരുന്നു. ഇതേസമയം സാമൂതിരിക്ക് പോർച്ചുഗീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൊച്ചി രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളെ കരയൊക്കെ നിർത്തി നമ്മുടെ നാട് കീഴടക്കാനാണ് അവരുടെ ഉദ്ദേശമെന്ന് കൊച്ചി രാജാവിന് മനസ്സിലായി. സാമൂതിരിയുടെയും കൊച്ചി രാജാവിൻ്റെ ഒരു സംഘം സെൻറ്റ് ആഞ്ചലസ് കോട്ട വളയാൻ തീരുമാനിച്ചു. അവിടെ ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ നുനോഡോ കുൻഹയുടെ നേതൃത്വത്തിൽ ആ ഉപരോധം അടിച്ചമർത്തി. 1509 രണ്ടാമത്തെ വൈസ്രോയായി അൽബുക്കർക്ക് സ്ഥാനമേറ്റെടുത്തു. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്കായിരുന്നു. കോഴിക്കോട് ആക്രമിക്കാൻ അൽബുക്കർക്ക് മാർഷൽ കുട്ടൻഹോവിനെ ഏർപ്പെടുത്തിയെങ്കിലും സാമൂതിരിയുമായുള്ള ഏറ്റുമുട്ടലിൽ കുട്ടൻഹോവ് മരണപ്പെട്ടു. നാണയവ്യവസ്ഥ ഏർപ്പാടാക്കുകയും വിദ്യാലയങ്ങളും ദേവാലയങ്ങളും പണിയുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ഒക്കെയായിരുന്നു അൽബുക്കർക്ക് ചെയ്തത്. ഇന്ത്യയിൽ മിശ്ര കോളനി വിവാഹം, അതായത് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ ഭാരതീയ സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് അൽബുക്കർക്കായിരുന്നു. കൊച്ചി രാജാവുമായുള്ള സൗഹൃദം കുറയ്ക്കാമെന്നും സാമൂതിരിയോട് കൂടുതൽ അടുക്കാമെന്നും അൽബുക്കർക്ക് സാമൂതിരിയോട് പറഞ്ഞു. 1513 ഡിസംബറിൽ കൊച്ചിയിലെ വിലയ്ക്ക് തന്നെ കുരുമുളക് തരാമെന്നൊരു സന്ധി സാമൂതിരിയും പോർച്ചുഗീസും ഉണ്ടാക്കി. കണ്ണൂർ സന്ധി എന്ന പേരിൽ ആ ഉടമ്പടി അറിയപ്പെടുന്നു. 1510 ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുകയും വാണിജ്യ തലസ്ഥാനം എന്ന പദവി കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റുകയും ചെയ്തത് അൽബുക്കർക്കായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായി ഇന്ത്യക്കാരെ സൈന്യത്തിനെടുത്ത് പരിശീലനം കൊടുക്കുന്നതും അൽബുക്കർക്കിൻ്റെ കാലത്തായിരുന്നു. പോർച്ചുഗീസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു അൽബുക്കർക്ക്. അതുകൊണ്ട് തന്നെ അൽബുക്കർക്കിനെ ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം വന്ന ലോപ്പോ സോറസ് കൊച്ചിയിലെ വിലയ്ക്ക് തന്നെ കൊല്ലത്തും കുരുമുളക് കിട്ടണം എന്ന ഉടമ്പടി കൊല്ലം റാണിയിൽ നിന്നും എടുത്തു. പിന്നീട് വന്നവർക്കാർക്കും വലിയൊരു വിജയം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. 1524 വാസ്കോ ഡ ഗാമ വൈസ്രോയായി വന്നുവെങ്കിലും കേരളത്തിൽ പടർന്നു പിടിച്ചിരുന്ന മലേറിയ എന്ന രോഗബാധയെ തുടർന്ന് വാസ്കോ ഡ ഗാമ 1524 ഡിസംബർ 24 മരണപ്പെട്ടു. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസിൽ അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കുകയും പിന്നീട് 1539 ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ലിസ്ബണിലെ ജെറോണിമസ് എന്ന പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. പോർച്ചുഗീസ് കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് സജീവമായി. ജീവൻ കൊടുത്തിട്ടായാലും പോർച്ചുഗീസിൻ്റെ അടിത്തറ ഇളക്കും എന്ന് ശബ്ദമെടുത്തൊരു നാവികനും നാവികസേനയും കേരളത്തിനുണ്ടായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർ.